ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതിൽ എൻ്റെ ഫുൾ ഡേ റൊട്ടീനായിട്ടാണ്. അതുപോലെ തന്നെയാണ് ഞാൻ എങ്ങനെയാണ് എൻ്റെ ലൈഫിൽ എന്ത് പ്രതിസന്ധിയിലും ഹാപ്പിനെസ് കണ്ടെത്താനും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ഷെയർ ആക്കുന്നുണ്ട്. അപ്പം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് പോകും മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാം. അപ്പോൾ ഇല്ലേ, അന്നത്തെ ദിവസം രാവിലെ പതുപോലെ തന്നെ നമസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു ചായയോടെയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിനെ. എന്നിട്ടിതാ ഞാനില്ലേ ഒന്ന് ബെഡ്ഷീറ്റെല്ലാം വിരിക്കാൻ വേണ്ടിയിട്ട് ബെഡ്റൂമിലേക്ക് വന്നതാണ്. ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം വിരിച്ച് എന്നിട്ട് സ്മെല്ലിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കും. എന്നിട്ട് കർട്ടനെല്ലാം ഒന്ന് ഓപ്പൺ ആക്കും. അന്നേരം തന്നെ ഒരു ഫ്രഷ് ഫീൽ കിട്ടും കേട്ടോ. രാവിലെ എണീച്ച് ബെഡ്ഷീറ്റെല്ലാം വിരിച്ചാൽ തന്നെ മനസ്സിനൊരു നല്ലൊരു സമാധാനം, ഒരു പോസിറ്റീവ് ഫീൽ കിട്ടും. രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ബെഡ്ഷീറ്റും കാര്യങ്ങളും അങ്ങനെ തന്നെ ഇട്ട് നമ്മൾ കിച്ചണിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പണി കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്യലുണ്ട്. അതുകൊണ്ട് തന്നെ എണീച്ച് ഉടനെ തന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളും എല്ലാം ഞാൻ വിരിച്ചിട്ടിടും. ഇന്നാണെങ്കിലേ തേങ്ങ ഉരയ്ക്കാൻ ആൾ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. കാര്യം എപ്പോഴും ഞാൻ ഷൂട്ട് ചെയ്യുന്നത് തന്നെയല്ലേ. ഞാൻ ഇന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കാണിക്കാമെന്ന്. അപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് രാവിലത്തെ ആ കാഴ്ചകളെല്ലാം ഒന്ന് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കും കൂടി ഷെയർ ആക്കുന്നതാണ്. നല്ല രസമല്ലേ രാവിലെ ആകാശത്തേക്കെല്ലാം നോക്കിക്കഴിഞ്ഞാൽ. അങ്ങനെ പിന്നില്ലേ പാരൻസിനും കുട്ടികൾക്കും എല്ലാം ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടി ഞാനിപ്പം വീഡിയോയിൽ ഷെയർ ആക്കാം. എനിക്ക് അധികം വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെസ്റ്റ് ഓൺലൈൻ ട്യൂഷൻ ഏതാണെന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ഞാൻ ഡീറ്റെയിൽസ് ഷെയർ ആക്കേ. വെക്കേഷനെല്ലാം കഴിഞ്ഞ് സ്കൂളെല്ലാം തുറന്നില്ലേ. അപ്പില്ലേ നമ്മൾ കുട്ടികളുടെ ദിനചര്യയെല്ലാം മാറി വരാനും തുടങ്ങി. അപ്പോൾ അവർക്ക് ഇപ്പം ക്ലാസ്സുകളും പരീക്ഷയും പ്രൊജക്റ്റും എല്ലാം ആയിട്ട് ഭയങ്കര തിരക്കിലേക്ക് പോകുന്ന സമയമായിരിക്കും. ഓരോ അധ്യയന വർഷവും മുന്നോട്ട് പോകുമ്പില്ലേ നമ്മൾ കുട്ടികളുടെ പഠനഭാരവും മാനസിക സമ്മർദ്ദവും വർദ്ധിച്ചു വരുന്നതായിട്ട് അധിക പാരൻസും പറയലില്ലേ. കുട്ടികൾക്ക് മാത്രമല്ല ടെൻഷന്, നമ്മൾ രക്ഷിതാക്കൾക്കും അതേ ടെൻഷനും ആശങ്കയും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. എന്നാലില്ലേ ഈ ഒരു ടെൻഷനും കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മുടെ കുട്ടികളുടെ പഠനം എന്താ പറയുക എളുപ്പമാക്കാനും അതൊരു ഭാരമായിട്ട് തോന്നിക്കാണ്ടിരിക്കാനും കളിയിലൂടെയും ചിരിയിലൂടെയും ലളിതമായ രീതിയിൽ സബ്ജക്റ്റുകൾ മനസ്സിലാക്കി കൊടുക്കാനില്ലേ ആൽബിഡോ എഡ്യൂക്കേറ്റർ നമ്മളെ സഹായിക്കും കേട്ടോ. നമ്മൾ ചിന്തിക്കും എന്തുകൊണ്ട് ആൽബിഡോ എന്ന്. സ്കൂളിലെ തിരക്കുകൾ ഹോംവർക്കും അതിൻ്റെ ഇടയിലില്ലേ നമ്മളെ കുട്ടികളെ വ്യക്തിപരമായിട്ട് ശ്രദ്ധിക്കാനും നമുക്ക് കിട്ടലില്ല. അപ്പം ഇല്ലേ ആൽബിഡോയിൻ്റെ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമിലൂടെ കുട്ടികളിലെ അവരുടെ സമയത്തിനനുസരിച്ച് സംശയങ്ങൾക്ക് ഉടനടി മറുപടി കൊടുക്കും, അവരെ പഠിക്കാൻ കൂടുതൽ സഹായിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന അനാവശ്യമായ സ്ട്രെസ്, അക്കാദമിക് പ്രഷറൊന്നും കൊടുക്കാണ്ട് പഠനത്തെ അവർക്ക് പ്രിയപ്പെട്ടതായിട്ട് മാറ്റുക എന്നുള്ളതാണ് ആൽബിഡോയുടെ പ്രധാന ലക്ഷ്യം. അപ്പം ഇല്ലേ ഓൺലൈൻ സ്കൂളിങ് വീട്ടിലിരുന്ന് തന്നെ ഏറ്റവും മികച്ച അധ്യാപകരുടെ പിന്തുണയോടെ ഡിജിറ്റൽ യുഗത്തിനനുസരിച്ചിട്ടുള്ള പഠന രീതിയായിരിക്കും ആൽബിഡോ നമ്മളെ കുട്ടികൾക്ക് ഒരുക്കാം. അപ്പം ഇല്ലേ ഇപ്പം നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നോക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിലും മാത്രം കുട്ടികളെ നമുക്ക് ജോയിൻ ചെയ്യിപ്പിക്കാവുന്നതുമാണ്. ഇവിടെ A+ ക്യാമ്പസിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വെറും പഠന രീതിയല്ല. ഓരോ കുട്ടിക്കും എല്ലാ വിഷയത്തിലും ഉയർന്ന മാർക്ക് A+ ഉറപ്പാക്കുക എന്ന പ്രത്യേക കോച്ചിങ് ആണ് കേട്ടോ. അതുപോലെ തന്നെ അക്കാദമിക് എക്സലൻസ്, പഠന പുസ്തകങ്ങൾക്ക് അപ്പുറം ആശയങ്ങൾ എന്താ പറയുക കുട്ടികൾക്ക് ആശയങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കി കൊടുക്കാനും പരീക്ഷകളെ ആത്മവിശ്വാസത്തോടെ നേരിടാനുള്ള പരിശീലനവും കൂടിയിട്ട് നമ്മൾ കുട്ടികൾക്ക് അവർ കൊടുക്കും. ഈ അക്കാദമിക് ഇയറിലെ നമ്മളെ കുട്ടികൾക്ക് മികച്ച വൈകാട്ടിയാവാൻ വേണ്ടിക്ക് നിങ്ങൾ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ആൽബിഡോ. അപ്പോൾ ജസ്റ്റ് ഒരു ഡെമോ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അതുപോലെ തന്നെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുക, നിങ്ങൾ ചെക്ക് ചെയ്തോ. അപ്പം ഈ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അപ്പം വീഡിയോ കാണുമ്പോൾ ഒരുപാട് പേര് പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യും, അതുകൊണ്ട് തന്നെ ചിലർക്ക് കിട്ടലില്ല എന്ന് പറയലുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്
താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലെല്ലാം എന്തെങ്കിലും കമൻറ്റിൽ ഞാനിവിടെ ഇവരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് കൊടുക്കുക. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അവരെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ലേറ്റ് ആക്കണ്ട. ഈ ഒരു അധ്യയന വർഷത്തിൽ നമ്മളെ കുട്ടികളെ മിടുക്കരാക്കാൻ വേണ്ടിക്ക്, അവരുടെ പഠനം ഈസി ആക്കാൻ വേണ്ടിക്ക്, അവർക്ക് പഠനത്തിൻ്റെ ആ ഒരു പ്രഷറും കാര്യങ്ങളും ഇല്ലാണ്ട് നമുക്കായാലും പാരൻസിനായാലും ആ ഒരു ടെൻഷനും കാര്യങ്ങളെല്ലാം കുറക്കാൻ വേണ്ടിക്ക് നമുക്ക് ആൽബിഡോ ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. അപ്പോൾ എന്തായാലും കോൺടാക്റ്റ് ചെയ്ത് നോക്കാം, മടിച്ച് നിൽക്കേണ്ട. വീഡിയോ കണ്ട ഉടൻ തന്നെ അവരെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒരു ഡെമോ ക്ലാസ് കൊടുക്കുക, ഇഷ്ടമാണെന്നുണ്ടെങ്കിലും മാത്രം ജോയിൻ ചെയ്താൽ പോരെ. അങ്ങനെ അപ്പോൾ എന്താ വിളിക്കേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുക. എന്നാലും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കുക. വാട്സപ്പിൽ ജോയിൻ ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടിക്ക് ഞാൻ ജസ്റ്റ് കാണിക്കാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ഇതുപോലെ അവരുടെ വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുക്കും. അതിലെ ഇതുപോലെ ക്ലിക്ക് ചെയ്യുക. ഡയറക്റ്റ് നിങ്ങൾക്ക് അവരെ വാട്സപ്പിലേക്ക് പോകാൻ പറ്റും. എന്നിട്ടില്ലേ നിങ്ങൾക്ക് എന്താണോ ആവശ്യം കാര്യങ്ങളെല്ലാം അവരോട് ഡയറക്റ്റ് ചോദിച്ച് അന്വേഷിക്കാൻ പറ്റും കേട്ടോ. ജസ്റ്റ് ഒരു ഡെമോ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നോക്ക്, നിങ്ങൾ ചെക്ക് ചെയ്തോ. ഗ്രൂപ്പല്ല, വാട്സപ്പ്. അവരെ ഡയറക്റ്റ് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പറും കാര്യങ്ങളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് പോകാൻ പറ്റും കേട്ടോ. ഡീറ്റെയിൽസ് എല്ലാം ബാക്കി അവരോട് ചോദിച്ചോ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അങ്ങനെ കുറേ ആയിട്ടാ തേങ്ങ ഒന്നും പറിക്കാത്ത. എന്താ പറയുക, നമുക്കിങ്ങനെ ആളെ കിട്ടല് കുറവാണ് തേങ്ങ പറിക്കുന്നത്. ഈ ഒരു കുറേ ഓലയും കാര്യങ്ങളെല്ലാം ആയിട്ട് തെങ്ങെല്ലാം വൃത്തികേടായിട്ടുണ്ട്. അങ്ങനെ എല്ലാം വൃത്തിയാക്കലാണ്. പിന്നിലെ വൃത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നിലെ കോയില്ലേന്ന് ചോദിച്ചിട്ടുണ്ടായിനി. കോയിലുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ കോഴിയാണെന്നുണ്ടെങ്കിൽ കൂട്ടിൽ കയറുന്നേ ഇല്ല. മഴ ആയാലും കൂട്ടിൽ കയറുന്നില്ല. അങ്ങനെ മെരു വാങ്ങാനും കുറേ കോയിനെല്ലാം അങ്ങനെ മെരു കൊണ്ടുപോയിന്ന് തോന്നുന്നു. എന്താ പിടിച്ചുകൊണ്ട് പോയിന്ന് അറിയില്ല. നായി എന്തായാലും കയറൂല. പിന്നെ ഇതാ അതിനിടയിൽ മക്കളെ സ്കൂളിലേക്ക് അയച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇളനീറും കാര്യങ്ങളും എല്ലാം ഞാൻ പറിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനും അങ്ങനെ മുറ്റത്തല്ല, ഞാനിവിടെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഭാഗങ്ങളൊന്നും ഷൂട്ട് ചെയ്യലില്ല. അപ്പം നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. കോഴിക്ക് അങ്ങനെ ഫുഡെല്ലാം കൊടുക്കുന്നുണ്ട്. കോഴി ഉണ്ടായതുകൊണ്ട് നല്ലതാണ്. അങ്ങനെ ഫുഡ് വേസ്റ്റും കാര്യങ്ങളും അങ്ങനെ ഉണ്ടാവില്ല. പിന്നിലെ കുറേ കോഴിയെല്ലാം മെരുവങ്ങാനും കൊണ്ടുപോയി. ബാക്കിയെല്ലാം കോഴിയും ഉണ്ട്. അങ്ങനെ പിന്നെ കുറേ ഓലുണ്ട്. ഓലെല്ലാം എന്താ ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ടായിന്. അപ്പുറം ഏച്ചിമാരെല്ലാം കൊണ്ടുപോകും. അവർക്കെല്ലാം നല്ല ഉപകാരമല്ലേ. രാവിലെ ആയാൽ ഒരു കപ്പ് ചായ എടുത്തിട്ട് ഞാനൊക്കെ ഇങ്ങനെ വരുത്തുന്നുണ്ട്. മുറ്റത്ത് നിന്നാണ് നമ്മൾ ചായയും കാര്യങ്ങളെല്ലാം കുടിക്കൽ. അപ്പോൾ ഭയങ്കര ഒരു ഫീലാണ്. ശരിക്കും പ്രകൃതിയായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുക്കി തന്നിട്ടില്ലേ. നമ്മൾ രാവിലെ എണീച്ച്, അതിപ്പം പാവപ്പെട്ടവനായാലും പണക്കാരനായാലും ചെറിയ വീടാണെങ്കിലും വലിയ വീടാണെന്നുണ്ടെങ്കിലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ കാണുന്ന കാഴ്ചകളെല്ലാം ഒരുപോലെ അല്ലേ. എന്താ പറയുക, ആകാശം, നക്ഷത്രങ്ങൾ, സൂര്യന്, ചന്ദ്രന്, അതുപോലെ തന്നെ പറവകൾ, ഈ പ്രകൃതിയിൽ കാണുന്ന ആ ഒരു മരങ്ങൾ, ചെടികൾ, പൂക്കൾ, അങ്ങനെ തീരാത്തത്ര അനുഗ്രഹങ്ങളല്ലേ ഈ പ്രകൃതി നമുക്ക് ഒരുക്കിയിട്ടുള്ളത്, പഠിച്ചോ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ആസ്വദിക്കുക. നമുക്ക് വെറുതെ ഡിപ്രഷന്, ടെൻഷന് കാര്യങ്ങളെന്ന് പറയുമ്പം നമ്മൾ ഒന്ന് പുറത്തിറങ്ങുക. നമുക്ക് ചുറ്റോടുള്ളത് നമുക്കില്ലാത്തതിലേക്ക് നമ്മൾ നോക്കുമ്പോഴാണ് നമുക്ക് ഒരുപാട് സങ്കടങ്ങൾ തോന്നുക. നമുക്കുള്ളതിലേക്ക് നമ്മൾ നോക്കുകയും ചെയ്യില്ല. അങ്ങനെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, പ്രശ്നങ്ങളും ദുഃഖങ്ങളും ഇല്ലാത്ത മനുഷ്യന്മാരൊന്നും ഇല്ല. എല്ലാവർക്കും പ്രശ്നങ്ങളും ദുഃഖങ്ങളുണ്ട്. ഈ മതിലിനപ്പുറം ഇല്ലാതെ നമ്മൾ കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ആ മതിലിനപ്പുറം ഇല്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ലല്ലോ. അതുപോലെ ചിലർ ദുഃഖങ്ങൾ എല്ലാവരോടും പറഞ്ഞു നടക്കും, ചിലർ അവരുടെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കും. പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ല എന്ന് കാണുന്നതുകൊണ്ടാണ് അവരുള്ളിലൊതുക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അവർക്ക് ദുഃഖങ്ങളില്ല എന്ന് വിചാരിക്കാൻ പാടില്ല. ഇപ്പം എൻ്റെ വീഡിയോ കാണുമ്പം എല്ലാം അടിപൊളിയല്ലേ,
അപ്പോൾ ചിലരെങ്കിലും വിചാരിക്കും അവളെ ലൈഫ് അടിപൊളിയാണെന്ന് അവൾക്ക് ദുഃഖങ്ങളൊന്നുമില്ല. അങ്ങനെയല്ല കേട്ടാ, എല്ലാവർക്കും ദുഃഖങ്ങളുണ്ട്. സുഖവും ദുഃഖവും മിശ്രിതമായതാണ് ജീവിതം. പിന്നില്ലേ അതിനിടയിൽ തേങ്ങാറിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാനൊരു 4 ഇളനീർ അങ്ങനെ ഒഴിച്ച് തരാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ഇളനീർ പുഡിങ് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പക്ഷേ അതിൽ വെള്ളം മാത്രമേ ഉള്ളൂ, കരിക്കാൻ തോന്നും. അങ്ങനെ പിന്നെന്താ, ഇക്കാക്ക് നല്ല പനിയുണ്ടേ. അങ്ങനെ ഇക്ക 2 ദിവസമായിട്ട് പനിയെല്ലായിട്ട് അങ്ങനെ സൈഡായിട്ടാണെന്നുള്ളത്. മക്കളെല്ലാം പോയി. ഞാനിതാ ഒന്ന് അടിച്ചു വരാൻ വേണ്ടിക്ക് വന്നതാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ രാവിലെ ഒന്ന് അടിച്ചു വരും, എന്നിട്ട് സെൻട്രാളും കിച്ചണും തുടക്കും. ആഴ്ചയിൽ 2 പ്രാവശ്യം ഫുള്ളായിട്ട് അങ്ങനെ തുടക്കും. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഞാൻ സെൻട്രലിലേക്ക് വന്നിട്ടുണ്ട്. ഡ്രസ്സ് കുറച്ച് എന്താ പറയുക മടക്കി വെക്കാനുണ്ട്. ഞാൻ രാവിലെ എണീച്ച ഉടനെ ഒന്ന് അലക്കാനിടലുണ്ട്. അങ്ങനെ എനിക്ക് ഡ്രസ്സിൽ ഇങ്ങനെ കുന്നുകൂടിയ അവസ്ഥ ഉണ്ടാവില്ല. സമയത്തിന് അങ്ങനെ മടക്കിയെടുക്കുകയും ചെയ്യും. ഇങ്ങനെ സോഫേൻ്റെ എല്ലാം ഇടും. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് മടക്കി കിട്ടും. അങ്ങനെ പിന്നെ ഞാനൊരു ഡീപ്പ് ക്ലീനിങ് വീഡിയോ ചെയ്തുതരാം. എനിക്കൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിന്, ഇങ്ങനെ ഒറ്റയ്ക്ക് പണിയെടുത്ത് കഴിഞ്ഞാൽ ആരും അവാർഡൊന്നും കൊണ്ടുതരില്ല. എനിക്ക് പറയാനുള്ളത്, ആരും അവാർഡൊന്നും കൊണ്ടുതരുകയും ചെയ്യില്ല. പക്ഷേ നമ്മളെ ബോഡിയിൽ തന്നെ ഹാപ്പി ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും കേട്ടോ. നമ്മളെ ബോഡിയിൽ ഡോപ്പമിന്നും സെറോട്ടോണിൻ എന്ന് പറഞ്ഞ 2 ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. അതിൽ ഡോപ്പമിൻ എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പെട്ടെന്നുണ്ടാകുന്ന ഹാപ്പിനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വണ്ടി വാങ്ങുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ എല്ലാം കിട്ടുന്ന ഹാപ്പിനെസ്, അതെപ്പോഴും നിലനിൽക്കില്ല. സെറോട്ടോണിൻ എന്ന് പറയുമ്പം നിലനിൽക്കുന്ന ഹാപ്പി ഹോർമോണാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോഡി അനങ്ങി എന്തെങ്കിലും ചെയ്യുമ്പം, അതുപോലെ തന്നെ നമ്മൾ പ്രകൃതിയായിട്ട് ഇണങ്ങി ജീവിക്കുമ്പം, അതുപോലെ നമ്മൾ കുട്ടികളായിട്ടെല്ലാം ഫാമിലി മെമ്പേഴ്സായിട്ടെല്ലാം ഇടപഴകുമ്പം സമയം ചെലവഴിക്കുമ്പോഴെല്ലാം കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ വർക്ക് ചെയ്യുമ്പം എൻ്റെ ബോഡി അനങ്ങാണ്ട് വെക്കുന്നതും ഞാൻ ഇതുപോലെ പണിയെടുക്കുമ്പോൾ എൻ്റെ ബോഡിയിൽ ഈ ഒരു ഹാപ്പി ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം എനിക്ക് ഹാപ്പിനെസ് കിട്ടും. നമുക്കൊരു എന്താ പറയുക ട്രോഫി അല്ലാന്നുണ്ടെങ്കിൽ അവാർഡ് കിട്ടുന്നതിലും ഹാപ്പിനെസ് ആയിരിക്കും ചിലപ്പം ഇങ്ങനെയുള്ള പണികൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാം. അങ്ങനെ അപ്പം ഇതാ അതിനിടയിലേ ഞാൻ ബെഡ്റൂമെല്ലാം അടിച്ചു വാരി ഇനിയിപ്പോൾ ഇതാ മടക്കി വെക്കാനുണ്ടായിട്ടുണ്ടായിന്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ രാവിലെ തന്നെ ഒന്ന് അലക്കാനിടലുണ്ട്. അപ്പോൾ അതും കഴിഞ്ഞ് ഇനിയിപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ എടുത്തു വെക്കും. ഉച്ചക്കുള്ള ഫുഡും കാര്യങ്ങളെല്ലാം റെഡിയാക്കാനുണ്ട്. അങ്ങനെ അപ്പോൾ ഇതാ മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഞാനില്ലേ സെൻട്രാളും കിച്ചണും ഡെയിലി തുടക്കുവേ. ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ ഞാനിത് നേരത്തെ പറഞ്ഞോന്നും അറിയില്ല, ഞാനില്ലേ വോയിസ് ഓവർ കൊടുക്കൽ ഇടയിലിടയിൽ വന്നിട്ടാണ്. ഒറ്റയടിക്ക് ഇരുന്നിട്ട് അങ്ങനെ വോയിസ് ഓവർ കൊടുക്കൂല. എന്തെങ്കിലും തിരക്കിലായി പോവും, അന്നേരം അവിടെ വോയിസ് നിർത്തും, എന്നിട്ട് പിന്നെയും വന്നിട്ട് കൊടുക്കലാണ്, വോയിസ് ഓവർ കൊടുക്കലാണ്. അങ്ങനെ മൈക്ക് വെക്കലുണ്ടോ ചോദിക്കലുണ്ട്. ഇല്ല കേട്ടോ, മൈക്ക് യൂസ് ചെയ്യലില്ല. അങ്ങനെ അപ്പോൾ ഇതാ മൊത്തത്തിൽ ക്ലീൻ ആക്കിയിട്ടുണ്ട്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. നമ്മളില്ലേ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കിത് ആസ്വദിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അത് ചെറിയ വീടാണെങ്കിലും വലിയ വീടാണെന്നുണ്ടെങ്കിലും വൃത്തിയാക്കി ഭംഗിയായിട്ട് വെക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലായിരിക്കും ഉണ്ടാവാം. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. എനിക്ക് ഉച്ചക്കുള്ള ഫുഡ് റെഡിയാക്കാൻ വേണ്ടിക്ക് വന്നതാണ്. ഇന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടില്ല, കാക്ക് 2 ദിവസം പനിക്കുന്ന്. തലേദിവസം കഞ്ഞിയും പയറും ഉണ്ടാക്കി. ഉണ്ടെങ്കിൽ നല്ല നാടൻ ചിക്കൻ കൊണ്ടുവന്നിട്ട് കാരണം എനിക്ക് കുരുമുളകിട്ട ചിക്കൻ കറി വേണം. അങ്ങനെ അതിവേഗം ഉണ്ടാക്കാൻ പോലാണ്. പിന്നെ നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ മീൽ പ്രിപ്പ് വീഡിയോ ചെയ്തിട്ടില്ലേ, അതിൽ കട്ട് ചെയ്ത് വെച്ച ആ ഒരു ക്യാബേജെല്ലാം ഉണ്ട്, അത് വെച്ചിട്ട് സലാഡ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്.
പിന്നെ കഴിഞ്ഞ വീഡിയോസിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ്, ഒരുപാട് നല്ല നല്ല കമൻസ് കണ്ടിട്ടുണ്ടായിന്. സത്യം പറഞ്ഞാൽ മനസ്സ് നിറയുന്ന ടൈപ്പിലുള്ള കമൻസാണ് കേട്ടോ കണ്ടിട്ടുണ്ടായിന്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരുപാട് പേർക്ക് ഇത് ഇഷ്ടമായി എന്ന് പറഞ്ഞിട്ടുണ്ടായിന്. പിന്നെന്താ, ഒരു കമൻറ്റ് ഈ ഒരു ഗ്രീന് വേണ്ട ഇർഫോ എന്ന് പറഞ്ഞിട്ടുണ്ടായിനി. പിന്നെ എനിക്കെന്തോ ഈ ഗ്രീന് ഭയങ്കരമായിട്ട് ഇഷ്ടമായിന്. കുറച്ച് നാളിങ്ങനെ ഉണ്ടായിട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ടാബിളിൻ്റെ വെച്ച ഫ്ലവർ ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞ്. എന്നാലും ഒരു കമൻറ്റ് കുറച്ച് ചെറിയ ഫ്ലവറാണ് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടായിനി. അപ്പോൾ എല്ലാവരുടെ കമൻസിനും താങ്ക് യു സോ മച്ച്. അങ്ങനെ പിന്നെന്താ, ഇനിയിപ്പോൾ ഞാൻ നെയ്ച്ചോറിലുള്ള അരിയെല്ലാം കഴുകിയെടുക്കലാണ്. നെയ്ച്ചോറിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയില്ലേ. കുട്ടികൾ സ്കൂളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ സ്കൂളിലേക്ക് പോകുന്ന സമയം തന്നെ ഞാൻ കിച്ചണൊന്ന് ക്ലീൻ ആക്കി എടുക്കലുണ്ട്. ചില സമയം അവർ സ്കൂളിൽ പോകുന്ന സമയം തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒരുമിച്ചുണ്ടാക്കും. അല്ലാന്നുണ്ടെങ്കിൽ ചില സമയം ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയിട്ട് വേഗം കുട്ടികളെ സ്കൂളിലാക്കും, ലഞ്ച് പിന്നെ ഉണ്ടാക്കും. ഇന്നാണെന്നുണ്ടെങ്കിൽ തേങ്ങ വരയ്ക്കുന്ന അവിടെ ഒന്ന് പോയിട്ട് നോക്കണമെന്നെല്ലാം ഉണ്ടായിട്ടുണ്ടായിന്. ഞാൻ വീഡിയോ എടുക്കണമെന്നുണ്ടായിട്ടുണ്ടായിന്. അതുകൊണ്ട് തന്നെ എന്ന് വിചാരിച്ച് കുറച്ച് സമയം കഴിഞ്ഞ് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഫുഡ് ഉച്ചയ്ക്ക് ഉണ്ടാക്കാൻ വരാമെന്ന്. എനിക്ക് അത്ര സമയം മതി കേട്ടോ ഫുഡ് കാര്യങ്ങളെല്ലാം റെഡിയാക്കാൻ വേണ്ടിക്ക്. പെട്ടെന്ന് തന്നെ നെയ്ച്ചോറല്ലേ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ വീഡിയോ എടുത്തിട്ട് ചെയ്യുമ്പോൾ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ നെയ്ച്ചോറുള്ള പാത്രവും കാര്യങ്ങളും എല്ലാം റെഡിയാക്കി. അതിനിടയിലല്ലേ ഞാൻ ചിക്കൻ കറിയും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ടതിനെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ഞാൻ എടുക്കാണ്ട് നിന്നതാണെന്ന് കാര്യം സമയത്തിന് ഫുഡാവില്ല. അങ്ങനെ വീഡിയോ എടുത്തിട്ട് നിന്ന് കഴിഞ്ഞാൽ കുറേ സമയമാവും. അപ്പോൾ ചിക്കൻ കറിയെല്ലാം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന തന്നെയല്ലേ. പിന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്നെല്ലാം. അങ്ങനെ പിന്നില്ലേ ബേസിലെല്ലാം പാത്രം ഉണ്ടാവും. ഞാൻ എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ്, അന്നേരം തന്നെ ആ പാത്രങ്ങൾ കഴുകി വെക്കും. അതുപോലെ തന്നെ കൗണ്ടർ കാര്യങ്ങളും കച്ചറ ഉണ്ടെങ്കിൽ അന്നേരം തന്നെ അത് തുടച്ചെടുക്കും. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് പണികൾ ഭയങ്കര ഈസി ആയിരിക്കും. നമുക്കൊരു ഹെൽപ്പ് ഇല്ലാണ്ട് തന്നെ വീട്ടു ജോലികൾ നമുക്ക് ആ ഒരു കറക്റ്റ് ചിട്ടിയും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലല്ലേ നമുക്ക് മറ്റ് ഒരാളെ ഹെൽപ്പ് ഇല്ലാണ്ട് തന്നെ നമ്മളെ ലൈഫ് ഭയങ്കര ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പാത്രവും കാര്യങ്ങളെല്ലാം കഴുകി ഇനിയിപ്പം നെയ്ച്ചോറ് വെക്കണം. പിന്നെ എന്നോട് ചോദിക്കലുണ്ട് കഴുകിയ പാത്രങ്ങളെല്ലാം എവിടെ വെക്കാമെന്ന്. ഞാനില്ലേ ആ ഒരു ബാസ്ക്കറ്റില്ലേ അതിലാണ് വെക്കുക. എന്നിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ ഉണങ്ങിയ പാത്രം ഇങ്ങനെ എവിടെയാണോ വെക്കുന്നത് അവിടെ ഓരോരോ പാത്രങ്ങൾക്ക് ഓരോരോ സ്ഥലങ്ങൾ ഞാൻ നിശ്ചയിക്കലുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കാണാണ്ടാവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവലില്ല. പിന്നെ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ എന്തായാലും എല്ലാം അലങ്കോലാവും. പിന്നെയും ഞാനൊരു ഡീപ്പ് ക്ലീനിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഒന്നും കൂടി ഒന്ന് സെറ്റാക്കി വെക്കും. അപ്പോൾ ഇവിടെയാണ് എൻ്റെ പാത്രങ്ങൾ കഴുകിയ പാത്രങ്ങൾ ഉണക്കാൻ വെക്കുക. എന്നിട്ട് ഞാൻ രാവിലെ മുതൽ രാത്രി വരെയുള്ള പാത്രങ്ങൾ ഇങ്ങനെ വെക്കലുണ്ട്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഞാൻ ഉണങ്ങിക്കഴിഞ്ഞാൽ എല്ലാം എടുത്തിട്ട് അങ്ങനെ അതത് സ്ഥാനത്ത് അങ്ങനെ വെച്ച് കൊടുക്കലാണ്. അങ്ങനെയാകുമ്പം ഭയങ്കര ഈസിയാണ്. ഇങ്ങനെ ഈ ഭാഗമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ശ്രദ്ധിക്കപ്പെടാത്തൊരു ഭാഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പ്രശ്നമില്ല. പിന്നെ നമ്മൾ ഉണക്കാൻ വെക്കുന്ന പാത്രമെല്ലാം കുറച്ച് നല്ല ഭംഗിയുള്ള പാത്രങ്ങളെല്ലാം നോക്കി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അത് അവിടെ ആരെങ്കിലും വന്നാൽ കാണും, അങ്ങനെ ചിലർ പറയില്ലേ ആരെങ്കിലും വന്നാൽ കാണും, ഇല്ലെന്നുണ്ടെങ്കിൽ പുറത്ത് കൊണ്ടേക്കണം, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്ക് അങ്ങനെ തോന്നലില്ല. ഞാൻ അവിടെ തന്നെയാണ് വെക്കൽ. അങ്ങനെ എനിക്ക് എൻ്റെ കാഴ്ചയാണ് പ്രാധാന്യം. മറ്റുള്ളവരെ കാഴ്ചനെക്കാട്ടി കൂടുതൽ ഞാൻ എൻ്റെ ഹാപ്പിനെസ്സിന് പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്കത് അവിടെ എൻ്റെ കണ്ണിനെ ഡിസ്റ്റർബൻസ് ആണെന്നല്ലാന്നുണ്ടെങ്കിൽ എനിക്കതൊരു പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ലെങ്കിൽ അത് ഞാൻ അവിടെ നിന്ന് എടുത്ത് മാറ്റും. പറയുന്നത് ഇതുപോലെ ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും. അങ്ങനെയല്ല, ഇപ്പം എനിക്ക് എന്താ പറയുക വീട് വൃത്തിയാക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ വൃത്തിയാക്കും. അതുപോലെ തന്നെ കബോർഡ് ഒരുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരുക്കും. നമ്മളൊരു മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിക്ക് അങ്ങനെ. ഇനിയിപ്പോൾ ഇതാ ഞാൻ നെയ്ച്ചോറുണ്ടാക്കാനുള്ള ഓയിലും കാര്യങ്ങളെല്ലാം ഒഴിച്ച് കൊടുത്തു. ചൂടുവെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിന്. അതിനിടയിൽ ഞാൻ ചിക്കൻ കറിയെല്ലാം അടുപ്പത്താക്കിയിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പം നാടൻ കോഴി ആയതുകൊണ്ട് നല്ല വേവുണ്ട്. ഒരു 8-9 വിസിൽ വരെയെങ്കിലും വേവിച്ചെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ആവില്ല. അപ്പം ഞാൻ വേഗം അത് കുക്കറിൽ ആക്കി വെച്ചിട്ടുണ്ട്. റെസിപ്പി ഞാൻ അവസാനം പറഞ്ഞുതരാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നെയ്ച്ചോറെല്ലാം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നല്ലേ. ഭയങ്കര ടേസ്റ്റിയുള്ള ഒരു കോംബോ ആണ് ഇതിങ്ങനെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. പിന്നെന്താ,
ഞാനില്ലേ ആദ്യം വിചാരിച്ചു 3-4 വിസിൽ കൊണ്ട് തന്നെ വേവുമെന്ന്. പിന്നെ എനിക്ക് മനസ്സിലായി ഒരു 8-9 വിസിൽ വരെയെങ്കിലും വേണം നാടൻ കോഴിയെല്ലാം വേവിക്കുമ്പം. അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ ഇതാ കറാമ്പ്, പട്ട, ഏലക്ക, റൈസ് കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുത്ത്. പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഒരുപാട് റെസിപ്പി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, പാർട്ടി വ്ളോഗും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. കാണാത്തവർ എന്തായാലും കണ്ടോക്കാം. അതിനിടയിലില്ലേ എന്താ പറയുക, ഞാൻ അരിയും കാര്യങ്ങളും എല്ലാം ഇട്ട് കൊടുത്ത്. അപ്പോൾ ഇതാ നെയ്ച്ചോറിൻ്റെ വെള്ളവും കാര്യങ്ങളെല്ലാം വെറ്റി ബബിൾസ് വരുന്ന സമയം വേണമെന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ പിഴിഞ്ഞ് കഴിഞ്ഞാൽ റൈസിന് നല്ല തൂവെള്ള നിറം കിട്ടും കേട്ടോ. അപ്പോൾ ഇത് അടച്ച് വെക്കലാണ്. അന്നേരം തന്നെ ആവുന്ന പാത്രങ്ങളെല്ലാം കഴുകിയെടുക്കുകയും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല കിച്ചണ് നല്ല വൃത്തിയായിട്ട് തന്നെ എപ്പോഴും ഉണ്ടാവും. അങ്ങനെ എനിക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എത്ര സങ്കടങ്ങളുണ്ടെങ്കിലും എത്ര വിഷമങ്ങളുണ്ടെങ്കിലും ഞാൻ എൻ്റെ ഹാപ്പിനെസ് കണ്ടെത്താം ഒന്ന് ഗാർഡനിങ്, ഒന്ന് കുക്കിങ്, ഒന്ന് ക്ലീനിങ്, അങ്ങനത്തെ എല്ലാം കാര്യങ്ങളിലാണ് കേട്ടോ. സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാവർക്കും വിഷമങ്ങളും ദുഃഖങ്ങളും ഉണ്ടാവും. വിഷമങ്ങളും ദുഃഖങ്ങളും ഇല്ലെങ്കിൽ അവർ മനുഷ്യനല്ല എന്നർത്ഥം. സങ്കടങ്ങളും സന്തോഷങ്ങളും മിശ്രിതമായതാണ് ജീവിതം. അപ്പോൾ ഈ ഒരു ഞാൻ എന്താ പറയുക പറയണമെന്നറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വോയിസ് ഓവർ കൊടുക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാം. അത് ഞാൻ പറയാം. അതിന് മുമ്പായിട്ട് ഈ ഒരു സലാഡിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. ഭയങ്കര ടേസ്റ്റാണ്. ഞാനില്ലേ 2 കളർ ക്യാബേജ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ക്രഷ് ചെയ്ത കുരുമുളക് പൊടി, വിനെഗർ അല്ലാന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങ നീര്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒലീവ് ഓയിൽ, ഇതെല്ലാം കൂടി മിക്സ് ആക്കി നോക്കിയാൽ അടിപൊളി ടേസ്റ്റിയാണ്. നല്ല സ്പെഷ്യൽ കോംബോ ആയിട്ട് നമുക്ക് ഈ ഒരു നെയ്ച്ചോറിൻ്റെയും കറിൻ്റെയും കൂടി കഴിക്കാൻ പറ്റുന്നതാണ്. പിന്നില്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിപ്പം ഒരു മതിൽ നോക്കിക്കഴിഞ്ഞാൽ അതിനപ്പുറം എന്താണെന്നുള്ളതെന്ന് നമുക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചിട്ട് ആ മതിലിനപ്പുറം ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതുപോലെയാണ് ഓരോ മനുഷ്യൻ്റെയും കാര്യം. ചില മനുഷ്യർ അവരെ സങ്കടങ്ങളും പ്രയാസങ്ങളും ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ ചില മനുഷ്യർ അവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും അവരുടെ ഉള്ളിൽ തന്നെ ഒതുക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മനുഷ്യർ തമ്മിലുള്ള വ്യത്യാസമെന്നത്. ബുദ്ധിയുള്ള മനുഷ്യനിലെ പക്വതയുള്ള മനുഷ്യനൊരിക്കലും അവൻ്റെ സങ്കടങ്ങളും പ്രയാസങ്ങളും ലോകത്തോട് വിളിച്ചു അറിയില്ല. കാര്യം അവനറിയാം അവൻ്റെ സങ്കടങ്ങളും പ്രയാസങ്ങളും പരിഹരിച്ച് തരാൻ വേണ്ടിക്ക് ലോകത്തിന് കഴിയൂല, തനിക്ക് മാത്രമേ കഴിയൂന്നു. അതുകൊണ്ട് തന്നെയല്ലേ ഒരു മനുഷ്യന് സങ്കടങ്ങളും പ്രയാസങ്ങളും കാണിക്കാണ്ട് അവനവൻ്റെ ഹാപ്പി മുഖം മാത്രമൊന്ന് പുറത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ, ചിരിച്ച മുഖം മാത്രം കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കാൻ പാടില്ല ആ ചിരിച്ച മുഖം മാത്രമൊന്നും ഉള്ളിൽ കരയുന്ന ഒരുപാട് സങ്കടങ്ങളും പ്രയാസങ്ങളും ഒരാളും ചിന്തിക്കാത്ത അത്രയും പ്രയാസങ്ങളിലൂടെ കടന്നുപോയ വ്യക്തികളിലിരിക്കും അതെല്ലാം. അതുകൊണ്ടായിരിക്കാം അവർ ഇത്രയും സ്ട്രോങ് ആവാൻ കാരണം. അപ്പം നമുക്ക് എത്രമാത്രം ദുഃഖങ്ങളുണ്ടോ അത്രമാത്രം നമ്മളെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമുക്ക് ദുഃഖങ്ങൾ തരുന്നത്. അപ്പം ദുഃഖങ്ങളിൽ പതറാണ്ട് കാലിടറാണ്ട് അതിൽ ചവിട്ടി അതൊരു ചവിട്ടുപടിയായിട്ട് കണ്ടിട്ട് ഉയരങ്ങളിലേക്കുള്ള പടികളായിട്ട് കണ്ടിട്ട് വിജയത്തിലേക്കുള്ള പടികളായിട്ട് കണ്ടിട്ട് മുന്നേറെയാണ് നമ്മൾ വേണ്ടത്. അല്ലാണ്ട് ദുഃഖങ്ങളിൽ താഴ്ന്നിറങ്ങി എനിക്കൊന്നുമില്ല, എനിക്ക് എൻ്റെ കൂടെയുള്ളവരെയും നമ്മുടെ അവസരങ്ങളെയും വിധിനെയും പയച്ചിട്ട് ജീവിക്കുകയെന്നുണ്ടെങ്കിലേ നമ്മളെ ജീവിതം ഇല്ലാണ്ടായിപ്പോവും. അതുകൊണ്ട് തന്നെ നമ്മളിലേക്ക് നോക്കുക, നമ്മളെ ഹാപ്പിനെസ് കണ്ടെത്താം, മറ്റുള്ളവരായിട്ട് നമ്മളെ ലൈഫ് കമ്പയർ ചെയ്യാണ്ടിരിക്കുക. നേരം തന്നെ പകുതി എന്താ പറയുക ഫുൾ സന്തോഷം നമ്മളെ ലൈഫിലേക്ക് വരും കേട്ടോ. അപ്പോൾ ഞാൻ അതിനിടയിലേ ഒരുപാട് സംസാരിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമെന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതുപോലെ തന്നെയല്ലേ അതിനിടയിൽ എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മുടെ നാടൻ കോഴി കുരുമുളകിട്ട് വരട്ടിയതാണ്. ഇതിലും കൂടുതൽ വരട്ടിയെടുക്കാം. പിന്നെ ഞാൻ നെയ്ച്ചോറായതുകൊണ്ട് കുറച്ച് ഗ്രേവി ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്തതാണ്. ഭയങ്കര ടേസ്റ്റിയാണ്. നമുക്ക് പനിയെല്ലാം നല്ല എരിവുള്ള ഈ കുരുമുളക് കറിയെല്ലാം കുട്ടിക്കഴിഞ്ഞാലും നല്ല ആശ്വാസം ഉണ്ടാവുമെന്ന് പറയും. അങ്ങനെ ഈ ജലദോഷം കാര്യങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ അങ്ങനെ. അപ്പോൾ എന്താ ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. ഞാൻ അതിൻ്റെ റെസിപ്പി ലാസ്റ്റ് പറയാം. വീഡിയോ കാണിക്കുന്നതിലും ജസ്റ്റ് ഞാൻ പറഞ്ഞാലും മനസ്സിലാവുന്നവരായിരിക്കും. സാധാ കറി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്, അതിൽ കുറച്ച് മാറ്റങ്ങൾ മാത്രമേ വരുത്തിയിട്ടുള്ളൂ. അങ്ങനെ അപ്പോൾ കറിയും കാര്യങ്ങളും എല്ലാം വിളമ്പലാണ്. ഇക്കാക്ക് ഞാനും കൂടിയിട്ട് അങ്ങനെ ഫുഡെല്ലാം കഴിക്കലാണ് കേട്ടോ. ഫൺ തന്നെയാണോ ഫുൾ കുക്കിങ് ചെയ്യുക, വീട്ടിലത്തെ പണി മൊത്തം ചെയ്യുക, ഹെൽപ്പ് ചെയ്യില്ലേ എന്നെല്ലാം ചോദിക്കലുണ്ട്. എല്ലാം ഹെൽപ്പ് ചെയ്യും കേട്ടോ. എനിക്കിപ്പം കയ്യാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ മാസവും ഒരുപോലെ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ചായ ഇട്ടലും എന്നെ ഹെൽപ്പ് ചെയ്യും, പാത്രം കഴുകും, അങ്ങനെ എല്ലാ ഹെൽപ്പും ചെയ്യലുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇക്കാനും അങ്ങനെ എന്നെ ചെയ്യട്ടെന്ന് വിചാരിച്ചിട്ട് നിൽക്കലില്ല, ഞാൻ എന്നെ ചെയ്യട്ടെന്ന് വിചാരിച്ചിട്ടും നിൽക്കലില്ല. അങ്ങനെ കാര്യം ഇക്കാൻ്റെതായ പ്രഷറും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും.
അപ്പം ഒക്കെ ഡ്യൂട്ടിയും കഴിഞ്ഞിട്ട് വന്നിട്ട് പണിയും കഴിഞ്ഞിട്ട് വന്നിട്ട് വീണ്ടും എൻ്റെ പണി എടുപ്പിക്കാൻ എനിക്ക് അങ്ങനെ തോന്നില്ല. പക്ഷേ ഇപ്പം എനിക്ക് എക്സ്ട്രാ കുറേ പണികളുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഡീപ്പ് ക്ലീനിങ്ങും കാര്യങ്ങളുള്ളതാണെന്നുണ്ടെങ്കിൽ ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്യും. കാര്യം 2 ആൾ കൂടിയാൽ ചെയ്യുന്നത് ഒക്കെയും കൂടി ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യൂല അങ്ങനെയൊന്നുമില്ല. പക്ഷെ എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ ചെയ്യുന്നു മാത്രം. ഇതിൽ ഒരുപാട് ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യൽ ഇഷ്ടമല്ല. കാര്യം ഞാനെല്ലാം പണികളും എല്ലാവരും ഏൽപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്താ വീട്ടിൽ പണിയെന്നാണ് ഞാൻ ചിന്തിക്കൽ. കാര്യം ഞാൻ വെറുതെ ഇരിക്കേണ്ടി വരും, വെറുതെ മൊബൈൽ നോക്കിയിട്ട് എൻ്റെ സമയം കളയേണ്ടി വരും, എൻ്റെ കണ്ണിന് പ്രശ്നമാണ്. അതുപോലെ തന്നെ നമ്മളെ ഹെൽത്തിന് പ്രശ്നമല്ലേ തടി അനങ്ങാണ്ട് ഇങ്ങനെ ജീവിച്ച് കഴിഞ്ഞാൽ. അപ്പം എനിക്കെടുക്കുന്ന പണിയേ ഇല്ലെന്നാണ് ഞാൻ ചിന്തിക്കൽ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാ പണികളും എടുക്കുന്നത്. എനിക്ക് ഈ പണികളെല്ലാം എടുക്കാൻ ഇഷ്ടമാണ്. മാഷാ അല്ലാ, നമ്മൾ ആസ്വദിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലേ എല്ലാം അടിപൊളിയാണ്. എന്നാൽ എല്ലാം പ്രയാസമൊന്ന് ചിന്തിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം പ്രയാസം തന്നെയാണ്. ലൈഫ് അങ്ങനെ തന്നെയാണ്. പിന്നെന്താ, പിന്നെ ഇഷ്ടമില്ലാണ്ട് കുക്കിംഗ് ഒന്നും ഇഷ്ടമുള്ളവർക്ക് ഇതറിയില്ല. കുക്കിംഗ് ഒന്നും ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഈ ഒരു കാര്യം മനസ്സിലാവില്ല. അങ്ങനെ അപ്പോൾ ഇതാ നെയ്ച്ചോറും കാര്യങ്ങളും എല്ലാം റെഡിയായി. ഇനിയിപ്പം ഞാൻ വിളമ്പലാണ്. വീടെല്ലാം വൃത്തിയാക്കി ഫുഡെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സന്തോഷം എനിക്ക് വേറൊന്നിനും കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നലില്ല. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. നിങ്ങൾ ചെയ്ത് നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ചെയ്ത് നോക്ക്. വെറുതെ ബെഡിൻ്റെ ഇങ്ങനെ കിടന്നവരുണ്ട് ഓരോ വീഡിയോസും റീൽസും കണ്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫായിട്ട് നമ്മുടെ ലൈഫ് കമ്പയർ ചെയ്ത് ടെൻഷൻ അടിച്ച് ഭർത്താവിനെ കുറ്റം പറഞ്ഞ് വീട്ടുകാരെ കുറ്റം പറഞ്ഞല്ലാന്നുണ്ടെങ്കിൽ അവരെ കൊണ്ടാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ, ഇവരെ കൊണ്ടാണ് എൻ്റെ ലൈഫ് ഇങ്ങനെയെന്ന് പറഞ്ഞ് പരാതി അറിയാണ്ട് ഒരു വ്യക്തിയിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സാധനത്തിലോ അല്ല നമ്മളെ ഹാപ്പിനെസ് നമ്മൾ ഇരുത്തേണ്ടത്. നമ്മളിലാണ് നമ്മളെ ഹാപ്പിനെസ് ഇരുത്തേണ്ടത്. മുറ്റത്തേക്കെല്ലാം ഒന്ന് ഇറങ്ങുക, അതുപോലെ തന്നെ നമ്മൾ ബോഡി അനങ്ങുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക, പണി ചെയ്യുക, അതുപോലെ തന്നെ കുട്ടികളായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. അങ്ങനെയെല്ലാം ആകുമ്പോൾ തന്നാലെ നമുക്ക് ഹാപ്പിനെസ് വരും. വെറുതെ ഇരിക്കുന്ന മനസ്സ് പിശാചിൻ്റെ കുടിയേരോ എന്ന് പറയുന്നില്ലേ, അത് സത്യം തന്നെയല്ലേ. വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ എന്തെല്ലോ തോന്നും. അങ്ങനെ ഇനിയിപ്പം ചിക്കൻ കറിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം. ഞാനില്ലേ 3 ഉള്ളി എടുത്തിട്ടുണ്ടായിനി. വെളിച്ചെണ്ണയിൽ ഉള്ളി വാറ്റുക. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 5 പച്ചമുളക്, എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്തോ. എന്നിട്ട് റോസ് സ്മെല്ല് മാറുന്നത് വരെ വഴറ്റുക. എന്നിട്ട് 3 തക്കാളി, എന്നിട്ട് അതും നല്ലോണം വഴറ്റുക. പിന്നിലെ അതിലേക്ക് വലിയ ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. വലിയ ജീരകം എന്ന് പറഞ്ഞാൽ ഫെനൽ സീഡ്, പെരുംജീരകം. അപ്പോൾ പൊടിച്ചതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണ ആദ്യം ഒഴിച്ച പാട് ഉള്ളി ഇടും മുമ്പേ 1/2 ടീസ്പൂണ് പെരുംജീരകം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി വഴറ്റിയെടുക്കുക, നല്ലോണം വഴറ്റുക. എന്നിട്ട് അതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ, 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ തന്നെ കുരുമുളക് പൊടി, കുരുമുളക് ക്രഷ് ചെയ്തത്. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കഴുകി ക്ലീനാക്കി വെച്ച ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ച ചിക്കന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി മിക്സാക്കി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടില്ലേ, നാടൻ കോഴിയാണെന്നുണ്ടെങ്കിൽ ഒരു 8 വിസിൽ വരെ വേണമെന്ന് തോന്നുന്നു. 8-10 വിസിൽ വേണം. സാധാ കോഴിയാണെന്നുണ്ടെങ്കിൽ ഒരു 3 വിസിലാവും മതിയാവും. അപ്പോഴേക്കും ചിക്കൻ്റെ വെള്ളമെല്ലാം ഇറങ്ങി കുക്കർ ഓപ്പൺ ആക്കുമ്പോൾ വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് അത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം വറ്റിച്ചെടുക്കുക. എണ്ണ തെളിയുന്നവരെ വറ്റിച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കുരുമുളകിട്ട കറി റെഡിയാവും. ഭയങ്കര ടേസ്റ്റാണ്. ഇത് അപ്പത്തിൻ്റെ കൂടെ ദോശൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ അടിപൊളിയാണ്. നെയ്ച്ചോറും ഈ ഒരു ക്യാബേജും അറിയാം തൈരും ഇതെല്ലാം കൂടി ഒരുമിച്ച് കഴിക്കാൻ ഒരു സ്പെഷ്യൽ കോംബോ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇങ്ങനെ തന്നെ ഈ ഒരു കോംബോ തന്നെ ട്രൈ ആക്കി നോക്ക്. റെസിപ്പി കാണിക്കണമെന്ന് തന്നെ ഇല്ലല്ലോ, കാണിക്കുമ്പോൾ കുറേ ടൈമാവും, എനിക്ക് സമയത്തിന് ഫുഡും ആവില്ല. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാണ്ട് തന്നെ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ സാധാ ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. അതിൽ മുളക് പൊടിക്ക് പകരം നമ്മൾ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടൂലേ, അപ്പം മുളക് പൊടിക്ക് പകരം 2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ വലിയ ജീരകം ഫെനൽ സീഡ് 1/2 ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുക. എന്നാലേ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കുരുമുളകിട്ട ചിക്കൻ വരട്ട് റെഡിയാവും. ഇപ്പം ഫുഡും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒക്കെ പോലാണ്. അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ഞാനൊരു ഐറ്റം ഉണ്ടാക്കുന്നുണ്ട്. കുനാഫ വെച്ചിട്ട് എന്താ പറയുക, ആ ഒരു കുനാഫ ഡോ വെച്ചിട്ട് ഒരു ഐറ്റം എല്ലാം റെഡിയാക്കുന്നുണ്ട്. ആ വീഡിയോ ഷെയർ ആക്കുക, ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നെല്ലാം
ഇൻഷാല്ലാ അത് ഉണ്ടാക്കുന്നത് ഞാനിപ്പം കാണിക്കാം. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ ഞാൻ അതെങ്ങനെയാണ് വീഡിയോ ഷൂട്ട് ചെയ്തത് കാര്യങ്ങൾ എല്ലാം ഷെയർ ആക്കേ. കാര്യം ഓൾറെഡി ഈ വീഡിയോ ഭയങ്കര ലെങ്ത് ആയിപ്പോയി. ഇത്ര വലുതാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. 35 മിനിറ്റ് എങ്ങാനും ഈ വീഡിയോ ആയിപ്പോയി. അപ്പം എനിക്ക് അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനെല്ലാം ഭയങ്കര വിഷമമായിരിക്കും. അതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 50 മിനിറ്റിൻ്റെ വീഡിയോ എങ്ങാനും ആയിപ്പോവും. അതുകൊണ്ട് തന്നെ ജസ്റ്റ് അത് ഉണ്ടാക്കുന്നത് മാത്രമേ ഞാൻ ഷെയർ ആക്കാം. മഗ്രിബെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിലേക്ക് വന്നതാണ്. കുനാഫഡോ ഞാനിതാ കട്ട് ചെയ്തിട്ട് കുറച്ച് ബട്ടർ ഇട്ടിട്ട് എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ, ബില്ലബിൽ കിട്ടുന്ന പല ടൈപ്പ് ഐറ്റില്ലേ കുനാഫ വെച്ചിട്ട്, കുനാഫഡോ വെച്ചിട്ട്. അങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിയ രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ബോക്സും കാര്യങ്ങളെല്ലാം ഞാൻ വാങ്ങിയത് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടില്ലേ, അതിൽ പല ടൈപ്പിൽ പല കളേഴ്സിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. പിസ്താഷ്യൂ കുനാഫ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ ചോക്ലേറ്റ് കുനാഫ, ന്യൂട്ടല്ല കുനാഫ, അതുപോലെ തന്നെ കിൻഡർ ജോയിൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു ക്രീമില്ലേ, അത് വെച്ചിട്ടും കുനാഫ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിനായിട്ട് ഇതാ ഞാൻ കുനാഫയുടെ എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് കുറച്ച് ബട്ടർ ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇതൊന്ന് കുക്കാക്കി എടുക്കുന്നുണ്ട്. ഞാൻ കേക്കിൻ്റെ ഷോപ്പിൽ നിന്ന് ബോക്സ് വാങ്ങിയതെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ കണ്ടോക്കാം. അതിലേക്ക് കുനാഫ, ആ ഒരു കുക്ക് ചെയ്ത് വെച്ച കുനാഫ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ന്യൂട്ടല്ല എടുത്തിട്ടുണ്ട്, ഇല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ആക്കി എടുക്കുക. അതുപോലെ തന്നെ കിൻഡറിൻ്റെ ആ ഒരു ക്രീം എടുത്തിട്ടുണ്ട്, പിസ്താഷ്യൂ ക്രീം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം ബീറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആദ്യം വിപ്പിംഗ് ക്രീം എല്ലാത്തിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. പിന്നിൽ കുനാഫ കുറച്ചുകൂടി നല്ല സ്വീറ്റായിട്ട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഷുഗർ സിറപ്പ് ആദ്യം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ക്രീം വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പം ഇതാ പൈപ്പിംഗ് ബാഗിലെല്ലാം ഇട്ടിട്ട് ചെയ്യണമെന്നുണ്ട്. ഞാൻ എളുപ്പത്തിന് വേണ്ടിക്ക് സ്പീഡിൽ ഇതുപോലെ ചെയ്തെടുക്കുന്നതാണ്. അങ്ങനെ എനിക്ക് തന്നെ ചെയ്തെടുക്കണമെന്നുണ്ടായിട്ടുണ്ടായിനി. എനിക്ക് ഇങ്ങനത്തെ എല്ലാ ഐറ്റംസ് ചെയ്തെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇതാ ഞാൻ മൊത്തത്തിൽ വിപ്പിംഗ് ക്രീം ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ട് എന്താ പറയുക, ചോക്ലേറ്റ് ഇല്ലേ, ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കലാണ്. അല്ലാന്നുണ്ടെങ്കിൽ ന്യൂട്ടല്ല. അപ്പോൾ ഒന്ന് ന്യൂട്ടല്ല കുനാഫ, മറ്റേത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 ന്യൂട്ടല്ല, 2 പിസ്താഷ്യൂ, 2 കിൻഡറിൻ്റെ ആ ഒരു ക്രീം വെച്ചിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ എല്ലാം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ കിൻഡറിൻ്റെ ഇതിനകത്ത് ബദാം കട്ട് ചെയ്തതും, അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ പിസ്താഷ്യൂവിൽ പിസ്തേന ഇട്ട് കൊടുത്ത്, ചോക്ലേറ്റിൽ എന്താ പറയുക 2 ചോക്ലേറ്റ് കട്ട് ചെയ്തിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ എങ്ങനെയാണ് വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ ഞാൻ ഷെയർ ആക്കാം. ഇത് ഞാൻ ഫ്രിഡ്ജിൽ വെക്കലാന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇൻഷാല്ലാ അസ്സലാമു അലൈക്കും, ബൈ.